ഭർത്താവെന്ന് കേട്ടത് എന്റെ മക്കളെ ഒരു കുഴപ്പം കൊണ്ടാണ് ഞാൻ പോകുന്നത്. രണ്ടാണും ഒരു പെണ്ണും. കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പം എന്നെ അവർക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും കൊണ്ടാക്കുക, നിന്നോളാന്ന് പറഞ്ഞു. അതനുസരിച്ച് എന്നെ കൊണ്ടാക്കാൻ പറ്റും, എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറഞ്ഞു. 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ഒരു കല്യാണം കഴിച്ചവരാണോ? കല്യാണം കഴിച്ച അവർക്ക് മക്കൾ വായവരാ. കുട്ടികളുണ്ട്. മോക്ക് 2 പെൺപിള്ളേരാ. അത് മൂത്ത പെൺകൊച്ചു എന്നെ കല്യാണം കഴിച്ചു. അവിടെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുന്നത്. അമ്മച്ചിയുടെ ഭർത്താവോ? എന്റെ ഭർത്താവ് കഴിച്ചിട്ട് 51 വർഷം കഴിഞ്ഞു. ഓ, അപ്പൊ ഇവരെ വളർത്തിയതൊക്കെ അമ്മച്ചി തന്നെയായിരുന്നു? ഞാൻ തന്നെയാണ്. അമ്മച്ചി ജോലി എടുത്ത് വളർത്തിയാണ്? ഞാൻ പാറമടയിൽ പോയി ഓല മെടഞ്ഞും മണ്ണിയൊന്നും വഴിപടിക്ക് പോയി ഒക്കെ ഞാൻ മനസ്സിലാക്കി. നമുക്കൊക്കെ നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ? ഇവര് അമ്മച്ചിയോട് പറഞ്ഞോ നമുക്ക് അമ്മച്ചിയെ കൂടെ നിർത്താൻ പറ്റുന്നില്ലെന്ന്? മക്കള് പറഞ്ഞോ? അവരൊന്നും പറയുന്നില്ലല്ലോ. അവരവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുന്നു. ഓക്കെ, അത് അമ്മച്ചിക്ക് അത് ബോധ്യപ്പെട്ട എങ്ങനെയാ? ബോധ്യപ്പെട്ടത് ഓരോരോ സവാരികൾക്കും ആണ്ടിരിക്കുന്നു, തേണ്ടിരിക്കുന്നു, അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു എന്നാ പറയുന്നത്. നമുക്ക് കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൈ തരണോ? വൃദ്ധസദനങ്ങളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ സമൂഹത്തിലെന്ന് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും, മാതാപിതാ, ഗുരു, ദൈവം, ആദ്യം നമ്മൾ കാണപ്പെട്ട നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയെ കണ്ടിട്ടാണ്, ആ അമ്മയുടെ ആ ഒരു ചുംബനം കിട്ടിയതിന് ശേഷമാണ് അച്ഛനെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ ആ കുഞ്ഞു പുറം ലോകത്തൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു അമ്മ വഴിയാണ് നമുക്ക് എല്ലാ റിലേഷൻസും നമുക്ക് വരുന്നത്, നമ്മുടെ അമ്മ വഴിയാണ്. ആ അമ്മയെയും അച്ഛനെയും, വളർത്തിയ അച്ഛനെയും അമ്മയെയും ഒക്കെ തള്ളി പറഞ്ഞിട്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്ത് ഗുണമാണ് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? അവിടെയാണ് ഈ വൃദ്ധസദനങ്ങളുടെ ഒരു പ്രാധാന്യം അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ അടിച്ചിറക്കി പുറത്ത് വിടുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഇങ്ങനെ ഒരു വൃദ്ധസദനം ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? ആ അമ്മയുടെ വാക്കുകൾ അത് വളരെയധികം കണ്ണീരണിയിച്ച ഒരു വാക്കുകളായിരുന്നു. അപ്പോൾ ആ അമ്മയെ കണ്ടിട്ട് വളരെയധികം ഒരു പാവം പിടിച്ച ഒരു അമ്മ, നല്ല ഒരു ലാളിത്യമുള്ള ഒരു അമ്മ. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരമോ അവർക്ക് വേറെ ഒന്നും വേണ്ട. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ സ്നേഹവും പരിഗണനയുമാണ്. പിന്നീട് മതി അവർക്ക് ഭക്ഷണവും ഒക്കെ. അപ്പോൾ നമ്മൾ ആദ്യം അവരെ നോക്കേണ്ടത് അവർക്ക് ഒരു സ്നേഹത്തോടെ നമ്മൾ പെരുമാറുക. പിന്നെ ആവശ്യത്തിന് അവർക്ക് വേറെ ഒന്നും വേണ്ട, ഭക്ഷണവും അല്ലേ, അവർക്ക് 3 നേരത്തെ ഭക്ഷണവും അതിനുള്ള വസ്ത്രങ്ങളും അവരുടെ മെഡിസിനും. പിന്നെ അവർക്ക് വേണ്ടത് നമ്മൾ അവരെ എങ്ങനെ പരിഗണിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവരെ താങ്ങി നിർത്തുന്നത്. ആ സ്നേഹമില്ലാതാകുമ്പോഴാണ് അവർ പുറത്തോട്ട് പോകുന്നത്, വേറൊരു വൃദ്ധസദനത്തിനൊക്കെ ആശ്രയിക്കുന്നത്. എന്ത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് അല്ലേ. അത് ഇത്രയും അച്ഛനില്ലാതെ കഷ്ടപ്പെട്ട് അമ്മയുടെ എല്ലാ സന്തോഷങ്ങളും മറന്ന് അത്രയും കഷ്ടപ്പെട്ട് വളർത്തി ഒരു പൊസിഷനിലെത്തുമ്പോൾ ആ അമ്മ ചെയ്യുന്നതെല്ലാം കുറ്റം. അമ്മ വളരെയധികം നാണക്കേടാണ്. അമ്മ ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവിനെ പോലെ ഒരു മൂലയ്ക്ക് ഇരുത്തുകയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു അതിദയനീയമായൊരു അവസ്ഥയാണ്. നമുക്ക് കൂടുതലൊന്നും കൊടുക്കാൻ കാണത്തില്ല. നമ്മുടെ മക്കൾക്ക് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ഉള്ളത് കൊടുക്കാം അല്ലേ. എന്താണുള്ളത്? നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കുമല്ലോ. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ അമ്മയ്ക്ക് കൊടുത്തെന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഉള്ളത്? അവർ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഒരു കുറവും വരുത്താതെ ഭക്ഷണവും വസ്ത്രവും ആഡംബരവും ഒക്കെ കാണിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പങ്ക് ആഹാരം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും അല്ലേ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ കഷ്ടപ്പാടറിയാതെ നമുക്ക് നോക്കാനും ഒക്കെ മെഡിസിനൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സംരക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു കടമ നമുക്കുണ്ട് അല്ലേ. അതൊരു ബാധ്യതയായിട്ട് തലയിലേറ്റാതെ അത് നമ്മുടെ കടമയാണ്. അമ്മയോടുള്ള സ്നേഹമാണ് അവിടെ വരേണ്ടത്. അവിടെ ബാധ്യതയോ കടമയോ മറ്റു നിയമങ്ങളോ അതൊന്നുമല്ല വരേണ്ടത്. നമ്മുടെ മനസ്സിൽ അമ്മയോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ നമുക്ക്. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയണം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണിലും വരണം. അതാണ് ഒരു അമ്മയോടും അച്ഛനോടുമുള്ള സ്നേഹം. അല്ലാതെ അവർക്ക് ധാരാളം ആഡംബരം കൊടുക്കുകയോ അതൊന്നുമല്ല. അതൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് വാർദ്ധക്യകാലത്ത് നമ്മുടെ ആഡംബരമോ കാര്യങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. നമ്മളിൽ നിന്നുള്ള സ്നേഹം ഒന്നും അവരെ പരിഗണിക്കുക, അവരെ അംഗീകരിക്കുക, നമ്മുടെ ചിന്തകളിൽ കൂടി അവർക്കൊരു പരിഗണന കൊടുക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് പലയിടങ്ങളിൽ ഇത്രയും വൃദ്ധസദനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പെരുകാൻ കാരണം എന്താണെന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവർ സാമ്പത്തികമുള്ളവർക്കാണ്, സാമ്പത്തികമില്ലാത്തവർക്കാണ്. സാമ്പത്തികമില്ലാത്തവർ ഒരു അച്ഛനെ അമ്മയെ നോക്കുന്നതിൽ അവിടെ സമ്പത്തുണ്ടോ ഇല്ലയോ അതിന് യാതൊരു പ്രസക്തിയുമില്ല അല്ലേ. ഒരു അച്ഛനെ അമ്മയെ നോക്കുന്നതിന് അവർക്ക് എന്താണ് വേണ്ടത്? ആഹാരം, വസ്ത്രം, പിന്നെ അവർക്ക് നമ്മുടെ ഒരു പരിഗണന, അത്യാവശ്യം മരുന്നുകൾ, അതാണല്ലോ വേണ്ടത്. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് കൊടുക്കുക എന്നുള്ളതിൽ ഇപ്പോഴും അത്രയും അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും, നമ്മുടെ അവസ്ഥ എന്തെന്നല്ല, നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ നോക്കുക. ഒരിക്കലും അവർ നമ്മെ ഉപേക്ഷിച്ച് മറ്റൊരു ആളെ ആശ്രയിക്കേണ്ട ഒരു ഗതി അവർക്ക് വരുത്തരുത്. അവർ ഒരിക്കലും നമ്മെ നശിച്ചു പോകണമെന്നോ അങ്ങനെ ഒന്നും വിചാരിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി നമ്മുടെ അമ്മയെ കണ്ണീരണിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛനെ കണ്ണീരണിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1% നമ്മുടെ
നമ്മുടെ ലൈഫിനെ ബാധിക്കും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അമ്മ അപ്പോൾ നമ്മുടെ മക്കൾ ചിന്തിക്കും, അച്ഛനും അമ്മയും അവരുടെ മാതാപിതാക്കളോട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ നാളെ അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അമ്മയുടെ അച്ഛനെയും ഒക്കെ ഇങ്ങനെയാണല്ലോ ട്രീറ്റ് ചെയ്തത്, പിന്നെ എന്തിനാണ് അമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് നമ്മുടെ മക്കൾ തിരിച്ച് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ മറുപടി കാണില്ല. അപ്പോൾ അതിനു വേണ്ടിയല്ല നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ മറുപടി കൊടുക്കുക, അതിനു വേണ്ടിയല്ല. നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മളെ അത്രത്തോളം സ്നേഹിച്ച് പരിഗണിച്ച് നമ്മുടെ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ ആയിരുന്നു നമ്മുടെ അച്ഛനമ്മയും സംരക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പൊസിഷൻ വരെയെങ്കിലും എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവരുടെ കണ്ണീരണിയിക്കാതെ നമ്മൾ അവരോട് ചേർത്ത് നിർത്തുക. നമ്മൾ അവരെ അംഗീകരിക്കുന്നു എന്ന ചിന്ത, ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കണം. കാരണം അവർ ഒറ്റയ്ക്കല്ല, എൻ്റെ മക്കൾ എന്നോട് കൂടെ ഉണ്ട് എന്ന ചിന്ത ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലുണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സിന് അത് വളരെയധികം ആശ്വാസം കിട്ടും. താങ്ക് യു.